മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടൻ ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഐ ആം ഗെയിമിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് ചർച്ചാ വിഷയം. അതിനിടെ നടന്റെ പിറന്നാൾ ദിനത്തിൽ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുകയാണ് അണിയറ പ്രവർത്തകർ. ദുൽഖർ സൽമാന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ ഇന്ന് 6 മണിക്ക് പുറത്തിറങ്ങാൻ പോകുന്ന ട്രെയിലറിനായാണ് ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. 2026 ഓഗസ്റ്റ് 20-ന് ഓണം റിലീസായി ചിത്രം ആഗോളതലത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തും. നിലവിൽ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്. ദുൽഖറിന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായാണ് എത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ചിത്രം വേഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ, ജോൺ വർഗീസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഐ ആം ഗെയിം. സജീർ ബാബു, ഇസ്മായിൽ അബൂബക്കർ, ബിലാൽ ബൊയ്തു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. സജീർ ബാബയും ആദർശ് സുകുമാരനും ഷബാസ് റഷീദും ചേർന്നാണ് ചിത്രത്തിന് വേണ്ടി സംഭാഷണങ്ങൾ ഒരുക്കിയത്. ജെക്സ് ബിജോയ് സംഗീതം ഒരുക്കിയ ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ് സി മ്യൂസിക് ആണ് നേടിയത്. അൻപർവ് മാസ്റ്റേഴ്സ് ആണ് ചിത്രത്തിന് സംഘടനം ഒരുക്കിയിട്ടുള്ളത്. തെന്നിന്ത്യയിലെ 100-ലധികം ലൊക്കേഷനുകളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ ഐ ആം ഗെയിം മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ആഘോഷമാവുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായി എത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, സെക്കൻഡ് ലുക്ക് എന്നിവയെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വമ്പൻ പ്രതികരണമാണ് നേടിയത്. മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ലോകയ്ക്ക് ശേഷം വേഫറർ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ദുൽഖർ സൽമാന്റെ 40-ാം ചിത്രമായി എത്തുന്ന ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലറിൽ ആന്റണി വർഗീസ്, തമിഴ് നടനും സംവിധായകനുമായ മിഷ്കിൻ, കയാദു ലോഹർ, ഖദർ, പാർത്ഥ് തിവാരി, സംയുക്ത വിശ്വനാഥൻ തുടങ്ങിയ വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. അതേസമയം നടന്റെ പിറന്നാൾ ദിനത്തിൽ മറ്റു 2 സിനിമകളുടെ കൂടെ അപ്ഡേറ്റുകൾ പുറത്തു വരികയാണ്. ദുൽഖർ സൽമാനെ നായകനാക്കി നവാഗതനായ രവി നെലഗുഡിറ്റി സംവിധാനം ചെയ്യുന്ന ശ്രീ ശ്രീ എന്ന തെലുങ്ക് ചിത്രത്തിലെ ആദ്യ ഗാനവും ഇന്ന് പുറത്തുവരികയാണ്. GV പ്രകാശ് കുമാറാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കിയിട്ടുള്ളത്. ഈ വർഷം ഡിസംബറിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിൽ പൂജ ഹെഗ്ഡെയാണ് നായികയായി എത്തുന്നത്. റൊമാന്റിക് ഡ്രാമ ജോണറിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ ദീക്ഷിത് ഷെട്ടിയും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട്. ദുൽഖറിനെ നായകനാക്കി പവൻ സദിനേനി സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രം ആകാശം ലോകതാരയിലെ ആദ്യ ഗാനവും പിറന്നാൾ ദിനമായി ഇന്ന് പുറത്തിറങ്ങുകയാണ്. GV പ്രകാശ് കുമാറാണ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കിയിട്ടുള്ളത്. സന്ദീപ് ഗണവും രമ്യ ഗണവും ചേർന്ന് നിർമ്മിക്കുന്ന ഈ വമ്പൻ ചിത്രം തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനികളായ ഗീത ആർട്സ്, സ്വപ്ന സിനിമ, ലൈറ്റ് ബോക്സ് മീഡിയ എന്നിവർ ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.